ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. രമ്യാസ് ബ്രാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർവാടി സ്റ്റൈൽ പരിപ്പ് കറിയാണ്, ദാൽ തടുക്ക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ 200 ഗ്രാം ചെറുപയർ പരിപ്പും 50 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ചെറുപയർ പരിപ്പ് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. 2 പരിപ്പ് നല്ലോണം കഴുകിയെടുക്കണം. വെള്ളം തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്തിരിക്കുന്ന ഈ പരിപ്പിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.25 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പ്രഷർ കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്, സാധാരണ പാത്രത്തിലാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് തിളക്കുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പരിപ്പ് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പത വരും. അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് കളയണം. നമുക്ക് പറ്റാവുന്ന അത്രയും അതിൻ്റെ മുകളിൽ നിന്ന് അത് കളയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം എല്ലാം മാറ്റിയിട്ടുണ്ട്. പതയൊക്കെ പരിപ്പിൻ്റെ മുകളിൽ പതയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യ്. ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ചെറിയ തീയിൽ ഇളക്കിയെടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കണം. അപ്പോൾ അടച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പരിപ്പ് വെന്തോന്ന്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇനി കുറച്ചെന്തെങ്കിലും വേവാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കണേ, കൂട്ടി വെക്കരുത്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട, ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ്, വഴന്നയില, പിന്നെ ഒരു 3 വറ്റൽമുളക്. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നെടുകെ കീറിയിട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒന്നുകിൽ ചെറുതായിട്ട് അരിയണം അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇന്ത്യൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറ് മാറി വരുന്ന ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തക്കാളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അത് നമ്മുടെ ഈ വഴച്ചെടുത്തിരിക്കുന്ന മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിക്കാം. അത് നമ്മുടെ മസാലയൊക്കെ പരിപ്പിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വേവിക്കുന്നത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊന്ന് നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 1/2 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണേ. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽ മുളക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് ഒരു 5 സെക്കൻഡൊക്കെ മതിയാവും. അപ്പോഴേക്കും അത് മൂത്ത് വരും. എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ തടുക്ക നമ്മുടെ പരിപ്പ് കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.